ഹായ്, ഞാനിപ്പോൾ UK വന്നിട്ട് 6 മാസമായി. ഞാനിവിടെ വന്നത് സെപ്റ്റംബർ 2025 ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ സത്യത്തിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. പുതിയ വഴികൾ, പുതിയ സ്ഥലങ്ങൾ, അപ്പോൾ എങ്ങോട്ട് പോകണം, എവിടെ പോകണം, അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് എല്ലായിടത്തും. ചിലപ്പോൾ മാപ്പ് നോക്കി പോകുമ്പോൾ എനിക്ക് വേറെ വഴിയൊക്കെ കാണിച്ചു തരായിരുന്നു. അങ്ങനെ ഒരു ദിവസം മാപ്പ് നോക്കി ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോവാം, യൂണിയിൽ പോയിട്ട്. അതിങ്ങനെ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ എനിക്ക് മാപ്പ് കാണിച്ചെന്ന വഴി ഒരു പാർക്കിൻ്റെ ഉള്ളിലോട്ടാണ്. അങ്ങനെ എനിക്കറിയില്ലല്ലോ, വന്നൊരു 4-ാമത്തെ 3-ാമത്തെ ദിവസം ആയിട്ടുള്ളൂ. അങ്ങനെ ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയത് പാർക്കാണെന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കയറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പാർക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കുറച്ച് ദൂരം പോയിട്ട് റെസ്റ്റ് എടുത്തു. അത് കുറച്ച് നേരം ഇരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിലേക്ക്. എങ്ങനെയൊക്കെയോ അടുത്തേക്കോ ചോദിച്ചിട്ട് നടന്നു തുടങ്ങി. അതുപോലെ സത്യത്തിൽ ഫസ്റ്റ് വന്ന ടൈമൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം, ജോലി കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ജോലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കുറേ നടക്കും. കാണുന്ന കടയിലും എല്ലായിടത്തും CV കൊടുക്കുമ്പോൾ അവർ വാങ്ങിക്കും. എന്നിട്ട് നമ്മളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ മേടിച്ച് വയ്ക്കും. പക്ഷെ ആരും വിളിക്കില്ല. അങ്ങനെ പിന്നെ ജോലി കിട്ടാത്തതിൻ്റെ ടെൻഷനായി. ജോലി കിട്ടുമെന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ 2 വീക്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജോബിൻ്റെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു. എനിക്ക് ഇൻ്റർവ്യൂ മെസ്സേജ് അയച്ചത് Indeed തന്നെയും. ആ മെസ്സേജിൽ അയച്ചിട്ട് അവരുടെ അടുത്ത് വെച്ച് ഇൻ്റർവ്യൂവിന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി. ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ആണല്ലോ, കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ എനിക്ക് 2 വീക്സ് കഴിഞ്ഞപ്പോഴാണ് ഈ മെയിൽ വന്നത്. ഇൻ്റർവ്യൂ ടൈം കൊടുത്തു, അവരുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. എന്നിട്ട് അവർ 2 മണിക്കൂർ അതിന് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 hours കഴിഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് അവർ പറഞ്ഞു സാറ്റർഡേ തൊട്ട് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനം. UK എന്നിട്ട് ഫസ്റ്റ് ജോബ് ആണല്ലോ. പിന്നെ വേറൊരു ടെൻഷൻ തുടങ്ങി. അത് ബാറായിരുന്നു. അപ്പം ഇവിടുത്തെ ബാറിലേക്ക് ക്രൗഡ് ആവുന്നത് വീക്കെൻഡ്സിൽ മാത്രമാണ്. അപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ മാത്രമേ അവർക്ക് കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് അവർ സാറ്റർഡേ തൊട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഇവിടെ നമുക്ക് സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ ശരിക്കും 20 hours ജോലി ചെയ്യാം. ബട്ട് എനിക്ക് അവിടെ 12 hours ഒക്കെ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് എൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാമെന്നല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ജോലി നന്നായിട്ട് ഇഷ്ടമായി. അവിടുത്തെ ആൾക്കാരായാലും നമ്മൾ കസ്റ്റമേഴ്സൊക്കെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ബാറായതുകൊണ്ട് കുറച്ച് മോശമായിട്ടുള്ള കസ്റ്റമേഴ്സൊക്കെ ആയിരിക്കും വരിക എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും നല്ലവരായിരുന്നു ആ ബാറിലുണ്ടായിരുന്നത്. ഈവൻ വർക്കേഴ്സ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ആൾക്കാരായിരുന്നു. ശരിക്കും നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാത്രമായിരുന്നു എനിക്കത് മോശമായിട്ട് കുറച്ച് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവേഴ്സ് കുറവായതുകൊണ്ട് തന്നെയും ഞാൻ വിചാരിച്ച അത്രയും എനിക്ക് പേ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വേറെ ജോബ്സൊക്കെ വീണ്ടും നോക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. റെൻറ്റ് കൊടുക്കാനും ഫുഡ് കൊടുക്കാനും ബിൽസിനും ഒക്കെ വേണ്ടിയിട്ട്. അവേഴ്സ് കുറവായതുകൊണ്ട് ഞാൻ വേറെ ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ എത്ര സമയം എടുത്തു എനിക്ക് വേറെ ജോലി കിട്ടാൻ, എവിടെയാണ് ജോലി കിട്ടിയ, എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, പാർട്ട് 2 ആയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.